രാധികാറാണി, അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, ഊരുരുട്ടാതി പുരുഷൻ. ചേർക്കാമല്ലോ. കാർത്തികാദേവി തിരുവാതിര, ഊരുരുട്ടാതി പുരുഷൻ. പൊരുത്തങ്ങൾ സമാസമം, നിശ്ചയമായും ചേർക്കാം. ഹേമകുമാരി അശ്വതി, സ്ത്രീ ജനനം, പുരുഷൻ പൂരുരുട്ടാതി. ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. മൂന്ന് ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമെന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും മൂന്ന് ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യം അത് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, മൂന്ന് ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ മൂന്ന് കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,008 കൊച്ചുകൃഷ്ണന് 3 ആവാം. അമ്പോറ്റി അല്ല, പറഞ്ഞേ ഉള്ളൂ. കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പം മുഹൂർത്തം കുറിക്കാൻ പറയും. ഇപ്പൊ സംഗതി കുഴഞ്ഞില്ലേ? അമ്മായി വരെ തമ്മിൽ ഒത്തുതീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും. ചിലപ്പോ അടി വെച്ച് പിരിഞ്ഞതും വരും. ഇപ്പൊ മനസ്സിലായോ? ഇലക്കും കേടില്ല, മുള്ളിനും കേടില്ല. അയ്യോ കുറുപ്പമാൻ, വളരെ സന്തോഷം. അവന്റെ ഈ ഏലത്തൊന്ന് ശരിയായി കൊടുക്കണം. രാത്രി കിടക്കുമ്പോ ദുശ്ചിന്തകൾ ഇവനെ. ശരി ശരി, വരട്ടെ. പോലെ ബാക്കി കാശിന്റെ മറന്നോ നിങ്ങൾ? നല്ല ആള് ആണ്. ഞാൻ അന്ന് തരാൻ ഉദ്ദേശിച്ച പൈസ ഇതിലും കൂടുതൽ പൈസ വാങ്ങി. ഞാനത് നിങ്ങൾക്ക് തന്നില്ലെങ്കിലേ പാറു എനിക്കിട്ട് തരും. തീരുമാനം 3 അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് തമ്മിലാവും മഴക്കും ബഹളവും. ഏതായാലും നമ്മൾ മനസ്സിൽ കണ്ടപ്പോ ആ ജോലിശ്ശേരി മാനത്ത് കണ്ടു. ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്ന എന്റെ പേടി. ഇനിയിപ്പോ മുത്തശ്ശി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ? അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം. ഫസ്റ്റ് ബുദ്ധി. മുത്തശ്ശി എതിർത്തൊരു വിവാഹം കഴിച്ചതിനാ ശങ്കരൻകുട്ടി ചിറ്റപ്പനെ തറവാട്ട് കയറ്റാത്തത്. എന്നിട്ട് എന്താ അങ്ങേര് ജീവിക്കുന്നില്ലേ? അങ്ങേരുടെ ചങ്കൂറ്റം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാണ്. അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ആ, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ 3 അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞ് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലേ? എടാ, പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ, ചെറുമക്കളിൽ മൂത്തവളെ രാധികയും. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറുക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. 3ാം തലമുറയിലെ ഒരേ ഒരു ആൺതരി. അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനൊരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ. അങ്ങനെ വരട്ടെ. ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ. ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം, ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിന്ന്. അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്. ഇത് കേട്ടില്ലേ? രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല,
അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ. ഓ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായും കൂടെ വേണം അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനിത് ഉറപ്പെടുക്കാനാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചു കൃഷ്ണനെ കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പു അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം, പയറാൻ ലൗലി, അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം പറഞ്ഞിട്ടുള്ള സമയമില്ല. കണ്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയല്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പൊ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ. അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനുത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം. അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചു വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ 24 വയസ്സിന്റെ വ്യത്യാസമാ. ആഹാ, പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോരോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ. ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായടാ. ഞാൻ എക്സർസൈസ് ചെയ്യുമല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികത ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്ത് നോക്കുന്നത്? അതാണ് അതിന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധ ഇത് കണ്ട് അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം. എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ, ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. ആഹാ, വാ. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ എന്താ മോളെ വഴി കാലൊന്ന് തട്ടി. സൂക്ഷിക്കണ്ടേ? വല്ലതും പറ്റിയോ? ഓ, സാരമില്ലമ്മേ. എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനി എനിക്കാണല്ലോ. പണ്ടേ അതാണല്ലോ എന്റെ തലവിധി. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതുവരെയായിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ?
3 ജാതകം ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്താൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ? അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ. രാധികയല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത്. അന്ന് അവള് കൊച്ചേഷന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ, അത് മറന്നു. അല്ലെങ്കിലും എനിക്കറിയാം, പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റ. എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നിനും ഇടപെടില്ല. അതാ ഞാനിങ്ങനെ ഒറ്റപ്പെടുന്നത്. കൊച്ചേഷനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവിവേകം കാണിക്കുമെന്നാ പേടി. നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല. കെട്ടുന്ന കൊച്ചേഷനാ. അവനൊരു ആരും ഇഷ്ടമെന്ന് പറയട്ടെ, അത് ഞാൻ നടത്താം. അത് മതി. അങ്ങനെയാണെങ്കിൽ അവൻ രാധികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഇക്കണക്കിന് നല്ലത് കൊച്ചുകൃഷ്ണൻ 3 പേരെ കല്യാണം കഴിക്കുന്നതാ. അമ്പറ്റെല്ലാം പറഞ്ഞോ? ഇല്ലേ, നാമം ജപിച്ചതാണേ. അയ്യോ അയ്യോ എന്താ ഇത്? ഇവിടെ അല്ല പ്രാന്ത, അവിടെയാണ്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ അമ്മയും മോളും കൂടെ കൂലങ്കഷമായ ചർച്ച. കല്യാണക്കാര്യം തന്നെ. മൂത്ത മകളാണെന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മിക്കുട്ടിയുടെ. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. കാളെ വെച്ചെന്ന് കേൾക്കും മുമ്പേ കയറെടുക്കാതെ. നിന്റെ അമ്മയല്ലേ, കുറുക്കന്റെ ബുദ്ധിയാ. ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു. എന്റെ ഭഗവതി, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു. അവൻ കാർത്തികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന്. എന്റെ മോൾ ഉറങ്ങിക്കോ. ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടുന്ന് മാത്രമല്ല, ഈ 3 പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കേ. ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ എന്തോന്നേ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമായിട്ടുള്ളൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ. കൂടുവിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ഇരു ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നിനാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ മിണ്ടരുത്. കുടിക്കും, കുടിക്കും. പൊന്നുമോള് പൊന്നുമോള് സ്പൂൺ വിഴുകല്ലേ. അവന്റെ വയറ്റിലോട്ട് ഒന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ഇരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അപ്പോഴേ ഇപ്പൊ തന്നെ 2 പേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ. അയ്യോ, എന്ത് പറ്റി? അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം കുടിക്കാം കുടിക്കാം. ഓ, രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാ. ഞാൻ കുടിക്കട്ടെ. സുമാരി, അയ്യോ വേണക്കുട്ടാ, എന്ത് പറ്റി? വേണക്കുട്ടാ, ചേട്ടാ എന്താ ഇത്? പ്രേതബാധയല്ലോ. എന്താ കാര്യം? വായിക്കാത്തെന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ.